ചെറുപ്പക്കാരികളും വയസ്സ് കുറഞ്ഞവരും പണിയെടുത്താലും ഉമ്മാമമാരെങ്കിലും ഈ കാര്യം നിർവഹിച്ചിരുന്നു. ഇപ്പൊ ആരുണ്ട് നിർവഹിക്കാൻ? നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഖുർആൻ ഓതുന്നവരാരാണ്? 10 വയസ്സന്മാര് നമ്മളല്ലേ, നമ്മളെ മുതിർന്നവരല്ലേ, പിന്നെ വേറെ അവർക്ക് പോയി 10 വയസ്സന്മാരാ. അപ്പൊ നമ്മൾ ഖുർആനോത്തി ശീലമാകാത്തവർ വയസ്സന്മാരായി വന്നിരിക്കുന്ന കാലം. അപ്പൊ നബി പറഞ്ഞു, ഉപദേശം വീണ്ടെടുക്കുക, നമ്മളത് പാലിക്കുക, ജിന്നുകൾ മൂമിനീങ്ങളാകും. നബി പറയുന്നു, ഇദാലം യുഖ്റഅ ഫീഹി, വിശുദ്ധ ഖുർആൻ ആ വീടിന്റെ അകത്ത് ഓതുന്നില്ലെങ്കിൽ ഔഹശ അലാ ആഖിരിഹി, ആ വീട് ഒരേകാന്തമായ വീടായി, തടവറയായി ആ വീട്ടിന്റെ അഹലുകാർക്ക് തോന്നും. ടൗണിൽ നിന്ന് വീട്ടിലേക്ക് കയറി വന്നാൽ സ്വൈരമില്ല, വീടിന്റെ അകത്തൊരു സന്തോഷമില്ല, വീടിന്റെ അകത്ത് ഇരിക്കാൻ തോന്നൂല, വീടിന്റെ അകത്ത് കിടക്കാൻ തോന്നൂല, ഒരു ലേശം നേരം കൂടി ഇരിക്കാൻ തോന്നാതെ വീടിന്റെ അകത്ത് വീട് അരോചകമായി തോന്നുന്ന അനുഭവം നമ്മുടെ ചെറുപ്പക്കാർക്കും നമുക്കൊക്കെയും ഇന്നുള്ളതല്ലേ? ഇത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കാരണം ഖുർആനോദാത്ത വീടാണോ? ഔഹശ അലാ അഹ്ലിഹി, അതതിന്റെ അഹ്ലുകാരുടെ മേൽ അത് ഏകാന്തമായി ഭവിക്കും. വഖല്ല ഖൈറുഹു, ഗുണം കുറഞ്ഞു കുറഞ്ഞു വരും. വകാന സുക്കാനുഹു കഫറത്തുൽ ജിന്ന്, അതിൽ താമസിക്കുന്ന കൂട്ടാളികളായി താമസക്കാർ ജിന്നുകളിൽ നിന്നുള്ള അവിശ്വാസികളായ ശൈത്താന്മാരാകും. ശൈത്താന്മാര് താമസിക്കുന്ന വീടാകും. ഖുർആൻ ഓതായിരുന്നാ മതി, വേറെ